ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു അംബ്രല്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു വട്ടത്തിലുള്ളൊരു പേപ്പറും ഒരു സ്റ്റിക്കും എടുക്കണം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ കുറേ ഫോൾഡൊക്കെ ചെയ്യണം. എന്നിട്ട് ഞാൻ അതിലൊന്ന് ചെറുതായിട്ട് വരച്ചെടുത്തു. ഇതുപോലെ വരച്ചെടുത്തിട്ട് അത് നമ്മൾ വെട്ടിയെടുക്കും. ഞാൻ ആ സ്റ്റിക്കിൽ ഓൾറെഡി ഒരു യെല്ലോ കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അംബ്രല്ലയുടെ മെയിൻ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വെച്ചാൽ അതൊന്ന് മുറിച്ചെടുക്കണം, ഒരു കുഞ്ഞു സൈഡ്. എന്നിട്ട് അവിടെ പശ തേച്ചിട്ട് അതിന് മണ്ടയിലോട്ട് ഇങ്ങനെ ഒരു എന്താ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഞാനാണെങ്കിൽ ആ ഒരു സ്റ്റിക്കാണെങ്കിൽ ഈ അംബ്രല്ലയുടെ നടുക്കോട്ട് ഒട്ടിച്ച് വെക്കാൻ കുറേ നോക്കി, ഇച്ചിരി പാടാണ്. അപ്പം അതിന് പകരം അതിൻ്റെ അവിടെയായിട്ട് ഒരു ഹോളിടുക. എന്നിട്ട് ആ ഹോളിലൂടെ അത് വെളിയിലോട്ട് ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, ഇതുപോലെ ഇടണം. എന്നിട്ട് ആ സ്റ്റിക്കിൻ്റെ മറ്റേ എൻഡിലും ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷൂ ആണ്. അപ്പം ഈ ഷൂ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതെനിക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പം ഇതുപോലൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നിട്ട് ആ പോയിൻറ്റഡ് ഭാഗം പേപ്പറിൻ്റെ ഫ്രണ്ടിലത്തെ 2 പേപ്പർ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ അതുണ്ട്, ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിൽ 2 ഉണ്ട് പോയിൻറ്റഡ് പേപ്പർ പീസ് ഉണ്ട്. അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങനെ അകത്തോട്ടുമായിട്ട് ഇൻസേർട്ട് ചെയ്യണം. ഗ്ലൂ ഒന്നും ആവശ്യമില്ല. അവിടെ ഇതുപോലൊരു പോക്കറ്റ് പോലൊരു സാധനം കാണും, അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാൽ മതി. അത്രയേ ഉള്ളത്. അപ്പം നമ്മുടെ ഷൂവിൻ്റെ ഫ്രണ്ട് ഭാഗം റെഡിയായി. ഇനി നമ്മൾ ബാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കിൽ നമുക്കൊരു 10x10 സ്ക്വയർ ഷേപ്ഡ് പേപ്പർ വേണം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ചിലപ്പം ഇത് ചെറുതായിട്ടൊന്ന് സിമ്പിളും എന്നാൽ ചെറുതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായത് ഈസിയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കണം. ഈ കാണുന്നത് നമ്മൾ ഷൂവിൻ്റെ ഹീൽ ആയിട്ടുള്ള ഭാഗം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ട് ഇനി ഈ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിലോട്ട് കയറ്റി വെക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഷൂ റെഡിയായി. അപ്പം അതാണ് 2 ഷൂവും കൂടെ ഞാൻ വേറെ ഷൂ ഉണ്ടാക്കി. ഇതിങ്ങനെയായിരിക്കും.